ഓക്കെ, അപ്പോൾ നമ്മൾ ചെയിൻ ലൂബ് ചെയ്തതിന് ശേഷമുള്ള കാലാവസ്ഥ, ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. 2 ദിവസം ഹെവി റെയിൻ ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ 120 കിലോമീറ്റേഴ്സ് കവർ ചെയ്തത്. അതിനുശേഷം 2 ദിവസം നല്ല രീതിക്ക് വെയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ സ്പോക്കറ്റ് കവർ റിമൂവ് ചെയ്ത് കാണിക്കുകയാണ്. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത സമയത്തുള്ള വീഡിയോ ഓൾറെഡി ഉണ്ട്, അത് ഞാൻ സൈഡിൽ അതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. ബട്ട് ഒരുപാട് ഡേർട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചില ആൾക്കാർ ഈ ചെയിൻ ലൂബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂബ് ചെയ്യാനായിട്ട് അവർ മെനക്കെടാറില്ല. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ചെയിനിൽ ടച്ച് ചെയ്ത് കാണിച്ചു തന്നല്ലോ, ഓൾമോസ്റ്റ് ഡ്രൈ ആണ്. ഓക്കെ, പക്ഷേ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലീനുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഡേർട്ടി ആയിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ ലൂബ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് തന്നെ ഈ ചെയിൻ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഉറങ്ങി വീണ്ടും കംപ്ലയിൻറ്റ് വരും. അതുപോലെ തന്നെ സ്പ്രോക്കറ്റ് കംപ്ലയിൻ്റ് ആവാനും വളരെയധികം ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക, ടച്ച് ചെയ്ത് നോക്കുക ലൂബ് ഉണ്ടോയെന്ന്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ലൂബ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക, ലൂബ് ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഡേർട്ടി ആവുന്ന സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാം. പക്ഷേ അതുവരെ പ്രോപ്പറായിട്ട് ലൂബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.